എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. വീണ്ടും നമുക്കൊരു പ്രഭാതം സമ്മാനിച്ച സർവേശ്വരനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വലിയൊരു സന്തോഷമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്റെ പേര് ഹംസ, മണ്ണാർക്കാടാണ് സ്വദേശം. നമ്മള് ഡെയിലി രാവിലെ ഈ ഒരു സന്തോഷം വലിയൊരു കാര്യമാണ്. എല്ലാവരും ആ ചിരിച്ച മുഖം, മനോട് സാർ എപ്പോഴും പറയാറുണ്ട്, ആ ചിരിച്ച മുഖം എന്തൊരു പ്രസന്നതയാണ്, എന്താ അങ്ങനെ വെട്ടിത്തിളങ്ങാന്നൊക്കെ പറയും മനോട് സാർ. സത്യത്തില് ഈ ഒരു കൂട്ടായ്മ അത് വളരെ വലിയൊരു സന്തോഷം നൽകുകയാണ് നമ്മുടെ ലൈഫില്. നമ്മൾ ഈ ദീർഘായുസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ദീർഘായുസ് ലഭിക്കാന്, ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനൊക്കെ, കുറെ കാലമൊക്കെ ജീവിക്കാനുള്ള ഒരു വളരെ വലിയൊരു മെഡിസിൻ ഉണ്ട്. ഈ അടുത്ത കാലത്താണ് ഒരു 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 വ്യക്തി അത് എടുത്ത് സംസാരിച്ചത്. ആ ഒരു വിഷയത്തെ നമുക്ക് ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ബയോട്ടോറിയം മാത്രം ഉപയോഗിച്ചാൽ പോരാ. ആയുസ് വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയൊരു മെഡിസിൻ എന്ന് പറയുന്നത് നല്ല സ്നേഹബന്ധങ്ങളാണെന്നാ പറയണേ. അത് ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്, തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ചില രാജ്യങ്ങളിലൊക്കെ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിൽ പോലും ഒരുപാട് ആളുകൾ ജീവിച്ചു വരുന്നുണ്ട് ദീർഘായുസ്. അപ്പൊ അവര് ഇതിനകത്ത് പഠനം നടത്തിയപ്പോ അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ആയുസിന്റെ ഒരു ദീർഘായുസോടുകൂടെ ഇരിക്കുന്നതിന്റെ ഒരു കാര്യം, അവർക്ക് നല്ല സൗഹൃദങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ബന്ധങ്ങൾ കൂട്ടിയണക്കുന്ന ആളുകളാണ് എന്നാണ്. അപ്പൊ നമ്മളാണ് ഈ സർവ സൗഭാഗ്യങ്ങളും ആസ്വദിക്കാനുള്ള ആളുകൾ. നമുക്ക് ഇതന്നെയുള്ള പണി. നമ്മളിങ്ങനെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, സ്നേഹങ്ങൾ കൂട്ടി ഉറപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെ? ഈ ഒരു നന്മയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇവിടെ പ്രായ ഭേദമന്യേ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടെ, അല്ലെ, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഒരുപാട് കഴിവുള്ള ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരും കഴിവുള്ള ലീഡേഴ്സാണ്. ഓരോ ആളുകൾക്കും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണുള്ളത്. എന്താ പറയാ, ഓരോരുത്തരും ഓരോ ഗിന്നസ് റിക്കാർഡിലേക്ക് പോകേണ്ട അത്രയും അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ ഈ ഒരു പല പല അനുഭവങ്ങളും പല പല അറിവുകളും ഒരുമിച്ച് കിട്ടുമ്പോഴാണ് നമുക്ക് വളരെ വലിയൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് വളരെ സന്തോഷമുണ്ട്. നമുക്കൊക്കെ നമ്മൾക്ക് ട്രെയിനിങ്ങും പ്രോഗ്രാമുകളൊക്കെ എടുക്കാൻ കഴിവുള്ള ഒത്തിരി ലീഡേഴ്സാണ് ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഗ്രേറ്റ് ലീഡറാണ് മുസ്തഫ മാസ്റ്റർ പെരിന്തൽമണ്ണ. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ പ്രോഗ്രാമുകളിലൊക്കെ സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. എന്റെ എന്നല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആ സ്നേഹത്തോടു കൂടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അദ്ദേഹത്തോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാനൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, കരുതിക്കൊണ്ടേ സംസാരിക്കുള്ളൂ. സഡൻ ആയിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ തിരുത്തി തരും. എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അപ്പൊ പറയും. അത് കറക്റ്റ് ആയിട്ട്, റൈറ്റ് ആയിട്ട് അത് പറഞ്ഞു തരും. ഒരു വളവും തിരിവില്ലാതെ കറക്റ്റ് ഫോർവേഡിലായിരിക്കും അദ്ദേഹം സഞ്ചരിക്കുന്നത്. നമുക്ക് വളരെ ഒരു അഭിമാനമാണ് അദ്ദേഹത്തെ കുറിച്ച്. നമുക്ക് ഈ ബയോട്ടോറിയം ഫാമിലിയിലെ നമ്മളൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ മുസ്തഫ മാസ്റ്റർ. നമുക്ക് എല്ലാവരും കേട്ടോ, ഓരോരുത്തരും, ഓരോ ആളുകളും, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ട്രെയിനർമാരാണ്, ഓരോ അനുഭവത്തിന്റെ ആളുകളാണ്, ഓരോ വ്യക്തിത്വങ്ങളാണ്. ഓരോ വ്യക്തികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്തായാലും നമുക്കൊക്കെ വേണ്ടിയിട്ട്
നമ്മളെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട മുസ്തഫ സാറെ വളരെ സ്നേഹാദരോടുകൂടെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം മുസ്തഫ സാർ. താങ്ക് യു സാർ, താങ്ക് യു. വോയിസ് ഓക്കെ ആണല്ലോ സാറേ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. സ്ക്രീനും ഓക്കെ ആണെന്ന് കരുതുന്നു. ക്ലിയർ ആണ് സാറേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കാം. വളരെ സന്തോഷം. നേരത്തെ ഹംസ സാർ സൂചിപ്പിച്ചതുപോലെ ദിവസം രാവിലെ വിജയിക്കാൻ വേണ്ടി ഒരുങ്ങിത്തിരിച്ച് പ്രായഭേദമന്യേ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സ്ക്രീനിന് മുന്നിൽ വന്നിരുന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒരുപാട് ചിന്തകളും ഒരുപാട് പ്രതീക്ഷകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. എന്തായാലും ഈ ഒരു സമയം നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ നമുക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തോടെ എങ്ങനെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ സന്തോഷത്തോടെ ഇരിക്കാനും ഒക്കെ നമുക്ക് സൗഭാഗ്യം നൽകിയിട്ട് ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഇവിടെ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നേടിയ ആളുകൾ മുതൽ ഇപ്പോ അച്ചീവ്മെന്റിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾ വരെയുള്ള ഒരു വേദിയാണ് സത്യത്തിൽ. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടെ സംസാരിക്കേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഇതെല്ലാം ഒരു ഫാമിലി മെമ്പേഴ്സ് ആണ്, ഒരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് ആ ഒരു ധൈര്യത്തോടു കൂടെയാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇവിടെ സംസാരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും. അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായിട്ട് ആളുകൾ ഉള്ളത് കൊണ്ട് ആ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ചെറിയ ഒരു പേടിയുമുണ്ട്. കാരണം അത്രയും വെറ്ററൻസ് ആയിട്ടുള്ള ആളുകളാണ് ഫീൽഡിൽ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സക്സസ് മന്ത്രയാണ്. ഒരു സക്സസ് എന്ന് പറയുന്ന സമയത്ത്, വിജയം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ പല തരത്തിലുള്ള ചിന്തകൾ നമുക്ക് വരും. നമ്മളൊരു കുറച്ച് മുമ്പേ അതുപോലെ ഒരു ടീം മീറ്റിങ്ങില് പുതിയ ആളുകളുണ്ട്, പഴയ ആളുകളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു ഗോള് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സക്സസ് ആണ്. സക്സസ് എന്ന് പറയുന്ന സംഭവത്തില് നമ്മുടെ അതിന്റെ പടികള് പല തരത്തിലും നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ്. എന്നാലും നമ്മളൊരു മറ്റൊരു രീതിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സക്സസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്, നമ്മളിലുള്ള വിശ്വാസം. അല്ലെ, നമ്മളിലെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സക്സസിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ നിലവിൽ നമ്മൾ ആരെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിലും അവരുടെ അപാരമായ കോൺഫിഡൻസ് ആണ് സത്യത്തിൽ നമ്മൾ മുന്നോട്ട് നയിച്ചത്, അല്ലെങ്കിൽ അവരുടെ സക്സസിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഏതൊരാളെ എടുത്ത് നോക്കുകയും അവരുടെ സ്വന്തത്തിലുള്ള കോൺഫിഡൻസ് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത്. നമ്മൾ ഒരുപക്ഷെ ഇപ്പൊ അടുത്ത് നമ്മൾ ഒരാള് സൂചിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഈ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ആവും ഏറ്റവും നല്ല കോൺഫിഡൻസ് എന്നാണ് ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അല്ലെ, പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പ്രായം ഒരു പ്രശ്നമാവും. പ്രായം, ഞാൻ ഒരുപാട് പ്രായമായില്ലേ, ഇനി എനിക്ക് എന്താ ചെയ്യാൻ കഴിയാം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പല തരത്തില് എനിക്ക് ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഉള്ള പ്രയാസമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവര് അത് ഞാനൊക്കെ ഇങ്ങനെയാണ്, എനിക്കൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അപ്പൊ ഇതില് ഈ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള സംഭവം, ബിലീവിംഗ് ഇൻ യുവർ സെൽഫ് ഈസ് ദി സീക്രട്ട് ഓഫ് സക്സസ്. നമ്മളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതില്ലെങ്കിൽ, നമ്മളെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഓരോ നിമിഷവും നമ്മൾ അധപ്പതനത്തിന്റെ വക്കിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മളിപ്പോ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബയോട്ടോറിയത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലീഡേഴ്സ് എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നത് ഈ ഒരു ബിലീഫിനെ കുറിച്ചാണ്. അത് എന്തൊക്കെ വേണം ബിലീഫ് ആ വിഷയത്തിൽ പറയണമെങ്കിൽ, നമ്മളെ ബയോട്ടോറിയത്തിന്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബിലീഫാണ്. അല്ലെ, നമ്മുടെ സ്വന്തത്തിലുള്ള ബിലീഫിനോട് കൂടെ തന്നെ നമ്മുടെ കമ്പനിയുള്ള ബിലീഫ് നമുക്ക് വേണം. അല്ലെ, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പ്രൊഡക്റ്റ് ബിലീഫ് വേണം. ആ തരത്തിലേക്കുള്ള എല്ലാ തരത്തിലും
ഒരു അട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടെങ്കിലാണ് നമുക്ക് സക്സസ് എന്ന് പറയുന്ന സംഗതി മധുരം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ല സ്റ്റാർട്ടിങ് അല്ലെ, ഇത് ഒരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പല അപാര കോൺഫിഡൻസ് ആണ് നമുക്ക്. പക്ഷെ എന്തില്ല, നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മള് ഇന്നലെ ഭരതൻ സാറൊക്കെ ഒരു ഉദാഹരണം പറയാറുണ്ട്. നമ്മൾ പൊതുവെ പാലക്കാട് UP-ലൊക്കെ ഉദാഹരണം പറയണം. നമ്മള് അതിനൊരു സമയം നോക്കി നിൽക്കും, ഓരോ കാര്യങ്ങൾക്ക് സമയം നോക്കിയിരിക്കും. ആ സമയം നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ വിഷയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ കൃത്യമായ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്റ്റാർട്ടിങ് നമുക്കൊക്കെ മനോജ് സാർ പലപ്പോഴും പറയാറുണ്ട്, സാർ അത് ഫസ്റ്റ് ഏറ്റെടുത്തു, ആ വിഷയം എന്താ പറയാ അത്രയും ശക്തമായി തുടങ്ങിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ മുമ്പിൽ ഒരു ജേതാവായി, ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയി നമുക്കൊരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ. അതോടൊപ്പം തന്നെ അതേ സമയത്ത് ഈ സംഭവം നമ്മൾ കിട്ടിയ ആളുകളുണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടിയ ആളുകളുണ്ട്, അവര് അത് അടച്ചു നിന്നു, അല്ലെങ്കിൽ മറ്റവരൊക്കെ വിജയിച്ച് കാണിക്കട്ടെ, അല്ലെങ്കിൽ ഇത് അവരൊക്കെ തുടങ്ങട്ടെ എന്ന് നോക്കി നിന്ന സമയത്തേക്ക് അത് മാസങ്ങൾ എടുത്തു. ഒരുപാട് പുറകിലായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിവസം. എസ്പെഷ്യലി നമ്മളെ ഇപ്പൊ നിലവിലെ ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്, സ്റ്റാർട്ടിങ്ങിന് വളരെ പ്രധാനമുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വിലയേറിയ ഒരു ടൂൾ എന്ന് പറയുന്നത് ലേണിംഗ് ആണ്, പഠനമാണ്. അതായത് കോൺഫിഡൻസുമായി ഏറ്റവും അഭേദ്യമായ ബന്ധം അതിലുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ ഉപരി കോൺഫിഡൻസ് ആണല്ലോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഈ കോൺഫിഡൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലേണിംഗ് ആണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ഓരോ വിഷയങ്ങൾ ലീഡേഴ്സിനും അവിടെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇയാള് ഭയങ്കര ഈ വിഷയത്തിൽ നല്ല നോളജ് ഉള്ള ആളാണ്. ആ നോളജ് അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, ഈ വിഷയത്തിൽ ഒരു പ്രസന്റേഷൻ എന്താണെങ്കിലും അവരുടെ ആ മനസ്സിലുള്ള ആശയം കൃത്യമായിട്ട് പുറത്തു വരാനും ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു ലേണിംഗ് കപ്പാസിറ്റി അല്ലെ, ആ പഠനം, അവരുടെ നോളജ് കൃത്യമായി. ഈ ഇതില് കോൺഫിഡൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇതില് പിക്കിലിനെ കാണുമ്പോൾ വായനയാണ്. ഏതൊരു മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട നമ്മൾ ഒരു പഠനം നമ്മൾ നടത്തുകയാണെങ്കിൽ ഈ സ്റ്റഡി എന്നുള്ള വിഷയം, പഠിക്കുക എന്നുള്ള വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന വിഷയം. ഒരു പുസ്തകം വായിക്കുക അല്ലെ, ഡയറി വായിക്കുക. ഇപ്പൊ വിജയിച്ച ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർക്ക് ആരായിരുന്നു? ഡയറി വായിക്കുന്ന ആളുകളായിരുന്നു. എന്താണ് വായിച്ചിരുന്നത്? നമ്മള് പണ്ടത്തെ കാലം പോലെ മംഗള മനോരമയല്ല വായിച്ചിരുന്നത് അല്ലെ, പഴയ മംഗള മനോരമയൊക്കെ ഉണ്ടായിരുന്നില്ല, ആഴ്ചയിൽ വരുന്ന സംഭവം. അതല്ല, നമ്മൾ അതും വായനയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിലേക്കുള്ള പഠനം അനിവാര്യമായ വിഷയമാണ്. ഇപ്പൊ ഇന്ന് പഠിക്കാൻ നമുക്ക് ഒരു പക്ഷെ വായിക്കണമെന്നില്ല അല്ലെ, പലതരത്തിലേക്കുള്ള ഡിജിറ്റൽ മേഖലകൾ നമുക്ക് ആ രീതിയിലേക്ക് സോഷ്യൽ മീഡിയകളൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പഠനത്തിന് സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായന തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. വായന എന്ന് പറയുന്നത് വായിച്ചാൽ വളരും എന്നുള്ളതാണ്. അപ്പോ ആ സംഗതി വളരെ നിർബന്ധമായ വിഷയമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു സക്സസ്ഫുൾ പേഴ്സന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ലേൺ ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ലേൺ ചെയ്യണം, പഠനം എന്തിലൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഒരു മാനേജ്മെന്റ് സെക്ഷൻ, ഇപ്പോൾ ഒരാൾ വിജയിക്കണേ നമുക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല അല്ലെ. നമ്മൾ ഇന്ന് വിജയം എന്ന് പറയുന്ന സമയത്ത് ജീവിത വിജയമുണ്ടോ, സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളത് അതിലൊക്കെ ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആണ്. നമുക്കറിയാലോ അല്ലെ, ഒരു ഫിനാൻഷ്യൽ വെൽനെസ് ലഭിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സമാധാനം നമുക്ക് ഉണ്ടാവാം. അതിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെക്കണം? നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ വേണ്ടത് ഒരു മാനേജിങ് സെൽഫ് ആൻഡ് പേഴ്സണൽ സ്കിൽസ്, നമ്മളെ മാനേജ് ചെയ്യാൻ. ഇപ്പൊ ഈ ലോട്ടറി ലഭിച്ച ആളുകൾ ജീവിതത്തിൽ വിജയിക്കാറില്ല എന്ന് പറയാറുണ്ട്. എന്താ കാരണം? അവരൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അവരുടെ ഉണ്ടാവില്ല. അവർ കുറെ പൈസ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി, കോടികൾ ഇപ്പൊ നമുക്ക് ഈ ഹൈവേ വികസനമായി ചില ആളുകൾക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട്. ചില ആളുകൾ ആ കോടികൾ കിട്ടിയത് എങ്ങനെ അവരെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പൊ സ്വന്തമായിട്ടൊരു മാനേജിങ് കപ്പാസിറ്റി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പേഴ്സണൽ സ്കിൽസും ഒക്കെ മാനേജ് ചെയ്യാൻ നമ്മൾ നിർബന്ധമായി
പഠിച്ചിരിക്കണം എന്നുള്ളത്. ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് മറ്റേ ഭാഗത്ത് കൂടെ വിടുന്ന രീതിയിലൊക്കെ അല്ലാതെ അതൊക്കെ കൃത്യമായി മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് വേണം. മാത്രമല്ല ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ കൂടെ നിൽക്കുന്ന ടീമിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ചേഞ്ചിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം അല്ലെ. മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. ഇപ്പൊ നമ്മളൊക്കെ ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വന്ന സമയത്ത് പലപ്പോഴും നമ്മളൊക്കെ ഞാനടക്കം കരുതിയിരുന്നു ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അത്രയും ആ രീതിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഒഴുകി നോക്കിയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നിർബന്ധിതമായിട്ട് ഉൾക്കൊണ്ടു. ആ രീതിയിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പൊ ഈ നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ന് ബിസിനസിന്റെ മേഖലയൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ. എല്ലാ മേഖലയിലും ഇത് ഒരുപാട് മാറ്റങ്ങളാണ്. നമ്മൾ അതിലെടുത്ത് പറയാനുള്ളത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വലിയൊരു ഡെവലപ്മെന്റ്, വളരെ വലിയൊരു റെവല്യൂഷൻ ഇന്ന് ലോകം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കണ്ട് ഇത് നമ്മളെ സ്വാധീനിക്കും പറയാൻ കഴിയും അല്ലെ. ഒരുപക്ഷെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്ക്രീനിൽ ഇപ്പൊ മനോജ് സാർക്ക് ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. കാരണം നമ്മൾ ഇനി കേരളത്തെ അങ്ങോളം ഇങ്ങോളം അല്ലെ ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെങ്കിൽ സാർക്ക് ഒരു പ്രോഗ്രാമിൽ എന്താ പറയാ ഫിസിക്കലായിട്ട് പങ്കെടുത്തുകൊണ്ട് മറ്റുള്ള പല പ്രോഗ്രാമുകൾ നൂറുകണക്കിന് പ്രോഗ്രാമുകളിൽ വിർച്വലായിട്ട് പങ്കെടുക്കണം. അത് വിർച്വലായിട്ട് മീൻസ് നമ്മൾ ഒറിജിനൽ പോലെ. ഉദാഹരണത്തിന് അവിടെ ഒരു MC ചെയ്യുന്ന ആളുണ്ടാവും, അവിടെ ക്ലോസിംഗ് ചെയ്യുന്നത് നമ്മളെ മനോജ് സാറായി എന്ന് പറഞ്ഞാൽ അത്രയും മാറ്റം ഇന്ന് കാണുക. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. ഇന്ന് ആ രീതിയിലേക്ക് വിർച്വൽ മീറ്റിങ്ങുകളും വിർച്വൽ പ്രസന്റേഷനുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അത്തരം രീതിയിലേക്കുള്ള AI ടെക്നോളജി മാറുന്ന സമയത്ത് നമ്മളും എന്ത് ചെയ്യും. ഇന്ന് AI പറയുന്ന സമയത്ത് നമ്മളൊക്കെ മാറി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാവരും ചെയ്ത എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ഇത് ഉപയോഗിക്കാൻ നമുക്കറിയില്ല അല്ലെ. നമ്മൾ ഉപയോഗിക്കപ്പോ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞ് എല്ലാവരും ഡെവലപ്പ് ആവുന്ന സമയത്ത് നമ്മളും അതിലേക്ക് മെല്ലെ കാലെടുത്തു പോകും. അത് എല്ലാ ചേഞ്ചുകളും നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം എന്നൊരു വളരെ പ്രത്യേകതയാണ് നമ്മൾ എസ്പെഷ്യലി വിജയിച്ച ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ടെക്നോളജിയുമായി അല്ലെ ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് അനുയോജ്യമായി നിന്ന ആളുകളാണ് വിജയിച്ചിട്ടുള്ളത്. നമ്മൾ അതിന്റെ കാര്യങ്ങൾ അംബാസഡർ കാരനെ കുറിച്ച് പറയാറുണ്ട്. അംബാസഡർ കാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡി എന്ന് പറയുന്നത് എന്താണ്, വളരെ ശക്തമായ ബോഡിയാണ്. ഇപ്പൊ തന്നെ നമ്മളെ ഈ മീറ്റിംഗിൽ തന്നെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നല്ല ശക്തമായ ബോഡിയാണ്. അത് പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ചാൽ പോലും അതിനകത്തിരിക്കുന്ന ആളുകൾക്കൊന്നും പറ്റാത്ത കാലഘട്ടം ഒരു സംഭവമാണ്. അതിൽ അത്രയും സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് ആണ്. ആ സമയത്ത് ഇന്ന് നമ്മൾ പല കാറുകളും അത്രയും ഡെലിക്കേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ മൊത്തം തവിട്ട് പൊടിയാവുന്ന രീതിയിലേക്ക്. കാരണം അതിന്റെ സ്പീഡും അല്ലെ അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ ചേഞ്ച് ആണ്. അതിലെല്ലാ കാര്യങ്ങളും വളരെ റെവല്യൂഷണറി ആയിട്ട് ഡെവലപ്ഡ് ആയിട്ട് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ കാലഘട്ടത്തിനനുസരിച്ച് ചേഞ്ച് ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് സക്സസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത് അനുഭവിക്കാൻ സാധ്യമല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വർക്കിംഗ് വിത്ത് പീപ്പിൾ അല്ലെ. വർക്കിംഗ് വിത്ത് പീപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലിവറേജ് വേണ്ടി മറ്റുള്ള ആളുകളുടെ ടൈമും അവരുടെ ടാലന്റും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്നല്ല മൊത്തത്തിൽ സക്സസ്ഫുൾ പേഴ്സണാലിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ഉണ്ടായിട്ടുള്ള എന്താണ് മറ്റുള്ള ആളുകളുടെ ടൈമും അവരുടെ ടാലന്റും യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അവരുമായി വർക്ക് ചെയ്തുകൊണ്ട് അവരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് നമ്മുടെ സക്സസിന്റെ അത് പഠിക്കുക എന്നുള്ളത് സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ റിസോഴ്സസ് യൂസ് ചെയ്യാം. അത് ചുരുക്കി പറയാണ്. നമ്മൾ ഒരുപാട് വലിയ വിഷയങ്ങളാണ് ഇതൊക്കെ, നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ റിസോഴ്സുകൾ, നമ്മളെ ചുറ്റുമുള്ള റിസോഴ്സുകൾ നമുക്ക് വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ കഴിയാന്നുള്ളത് അത് പഠിക്കുക. ഇതൊക്കെയാണ് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത്. അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടുകൾ നമ്മൾ ഇതൊക്കെ ചെയ്യും, പക്ഷെ ആ റിസൾട്ടുകൾ ഏത് രീതിയിൽ വരണം എന്നുള്ള കൃത്യമായ ധാരണ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ടുകൾ എങ്ങനെ വരും, അത് ജയപരാജയങ്ങൾ അത് എങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പഠനം നമ്മൾ മസ്റ്റായിട്ട് നടത്തുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് എന്താണ് ടീച്ചിങ് എന്നുള്ള വിഷയം.
ഈ നമ്മൾ ടീച്ച് ചെയ്യുന്ന നമ്മളുള്ള ആശയങ്ങൾ ഇപ്പൊ എസ്പെഷ്യലി ഒരു വലിയൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അവരുടെ ആശയം അവരുടെ ഒരു വിങ്ങിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെ? ആ വിങ് ഇത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് അത് സക്സസ് ആവാം. അത് ഏതൊരു വിഷയത്തിൽ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടത്. നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ പറയുന്നത് എന്താണ്? പഠിക്കുക, അല്ലെ? പഠിപ്പിക്കുക, പഠിപ്പിക്കുക എന്നാണ് നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്ക്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ടീച്ചിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ടീച്ചർ ആവണമെന്നില്ല, അല്ലെ? ഇവിടെ പ്രസന്റേഷൻ സ്കില്ല് അതും നമ്മുടെ സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയുടെ പ്രത്യേക തരത്തിൽ ഒരു ക്രൗഡിന് കൃത്യമായിട്ട് പ്രസന്റേഷൻ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളത് ടീച്ചിങ്ങിന്റെ മറ്റൊരു ഭാഗമാണ്. നമ്മളെ ഉള്ളിലുള്ള ആശയങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പ്രസന്റ് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിക്ക് വേണ്ടത്. ഓക്കെ, അവിടെ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും അതിലേറെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഫസ്റ്റ് ഒരു ഹെഡ് ഉണ്ടാവും, അല്ലെ? ഒരു ജനറൽ മാനേജർ ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത്. ആ ജനറൽ മാനേജറെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ചെയ്യുക, അടുത്ത അവരുടെ മാനേജർമാരുണ്ടാവും, പല കാറ്റഗറിയിലെ മാനേജർമാരുണ്ടാവും. അവരിൽ നിന്ന് അവരിലേക്ക് അതങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളെ ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് വിജയിക്കാൻ ഏറ്റവും വേണ്ട വിഷയം ഇതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും പ്രയാസം അനുഭവിക്കുന്ന മേഖല എവിടെയാണ്? നമുക്ക് വലിയൊരു ടീമൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പഠിക്കുന്ന ആളുകളോ പഠിപ്പിക്കുന്ന ആളുകളോ ആ രീതിയിലേക്കുള്ള കുറച്ച് ലീഡേഴ്സിന്റെ അഭാവമായിരിക്കും നമ്മളെ ടീമിന് മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസം ഉണ്ടാവാം. അവിടെ വിജയത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അല്ലെ, പഠിപ്പിക്കുക. അത് പഠിപ്പിക്കുന്ന നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കും അതുപോലെ തന്നെ അത് ഏതൊരു രീതിയിലാണെങ്കിലും ആ വിജയം അവിടെയൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരാൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല, മീൻസ് ഒരാൾക്ക് എല്ലാം കൂടെ ഏറ്റെടുത്ത് നടത്താൻ കഴിയില്ല. അപ്പൊ അത് ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഡ്യൂപ്ലിക്കേഷൻ നിലവിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക, അത് ഇരട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഈ വിഷയത്തിൽ കൂടുതൽ ആളുകൾക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒക്കെ നമ്മൾ പറയുന്ന വിഷയമാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഒരു ഒരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആളുകൾ രണ്ടാളുകളെ വെച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നാലാളുകളായി. ആ നാലാളുകൾ വെച്ചിട്ട് അങ്ങനെ ആ രീതിയിലേക്ക് ഇത് മൾട്ടിപ്ലൈ പോകുന്ന സമയത്ത് നമ്മളത് ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലേണിംഗ് ഒരു പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെ? ടീച്ചിങ് നമുക്ക് ഒരു ടീമിൽ നമുക്ക് സ്വന്തമായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ടീമിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് ഫ്ലോ ആയിട്ട് പോകുന്ന സമയത്താണ് അവിടെ വിജയിക്കാൻ പറ്റുക. അപ്പോ ഇത് ഞാനൊരു പേഴ്സണൽ എന്ന നിലക്കുള്ള ഒരു സക്സസ് മാത്രമല്ല, നമ്മുടെ ഈ ഇൻഡസ്ട്രിയുമായി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എത്ര കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്നോ അത് നമ്മളെ ഒരു സക്സസിന്റെ ഒരു വിജയമന്ത്രത്തിന്റെ വലിയ ഒരു തൂണായി മാറും എന്നുള്ളത് തർക്കമറ്റ വിഷയമാണ്. അതുപോലെ തന്നെ ഇതില് ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന സംഭവം നമ്മളെല്ലാം പ്രധാനപ്പെട്ട സമയത്ത് ഇതില് ഇപ്പൊ ഇന്ന് നമ്മളെ ഇൻഡസ്ട്രിയിൽ ടോട്ടലി നമ്മൾ നോക്കണം സമയത്ത് നമ്മളെ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവം, അല്ലെ, ഒരു ശൃംഖല ഉണ്ടാക്കിയെടുക്കുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ ആശയങ്ങൾ കൈമാറാൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള വലിയ. ഇപ്പൊ ഇന്ന് നമ്മൾക്കറിയാം ഒരുപാട് ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അല്ലെ? ഇപ്പൊ ഇന്ന് നമ്മള് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സ്ഥാപനങ്ങൾ, അത് എന്താണ് അവിടെ ഉള്ളത്? അവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തന്നെ ഇല്ലാന്ന് ഒരു പക്ഷെ പറയാം. പക്ഷെ അവരുടെ പ്രത്യേകത എന്താണ്? ലോകം ഒട്ടുക്കും അവരുടെ നെറ്റ്വർക്ക് അവർ ക്രിയേറ്റ് ചെയ്തു, അല്ലെ? ഏത് ഗ്രാമാന്തരങ്ങളിലേക്കും അവർക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നെറ്റ്വർക്ക് അവർ ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്യൂപ്ലിക്കേഷൻ ആയാലും അത് മൾട്ടിപ്ലിക്കേഷൻ ആയാലും, അല്ലെ,
ടീച്ചിങ് ആയാലും ഇതിന്റെ ഒരു ഭാഗമായി ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ഒരു നെറ്റ്വർക്ക് ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിക്ക് വളരെ അത്യാവശ്യമാണ്. അതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും ഒരു ബിസിനസ് മാൻ ആണെങ്കിലും ഈ ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള വിഷയമാണ്, സക്സസിന്റെ ബേസിക് ആയിട്ടുള്ള വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഈ സംഗതികളെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ ഏതാണോ നമ്മൾ ഇതിലൊക്കെ ഏറ്റവും കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ എയിം നമ്മൾ ഇതിന്റെ ഗോൾ എന്താണ്, ഒരു ഇൻകം എന്നുള്ള സംഭവമാണ് അല്ലെ. നമ്മൾ പറയുന്ന പോലെ പാസീവ് ഇൻകം ആണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. നമുക്കൊരു പാസീവ് ഇൻകം എന്ന രീതിയിലേക്കുള്ള ഒരു സക്സസ് ആയി മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് പോയിന്റുകളാണ് നമ്മളിപ്പോ ഈ രീതിയിലേക്ക് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടത്. ഇത് പറയുന്ന സമയത്ത് പൊതുവെ നമ്മള് ആളുകളൊക്കെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എല്ലാവരും നടത്താറുണ്ട്. ഇപ്പൊ അതാണ് ഇപ്പൊ പല ആളുകളും കണ്ടുവരുന്നത്. സ്റ്റാർട്ടിങ് നടത്തും ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ, ഇപ്പൊ എസ്പെഷ്യലി നമ്മള് ബയോട്ടോറിയം പ്ലാനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, തരക്കേടില്ല അല്ലെ. നമുക്ക് ഒരു വർഷത്തിൽ ഏകദേശം 6 കോടിയുടെ അടുത്ത് കിട്ടാൻ പോകുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾക്ക് വരാറുണ്ട്. ഇപ്പൊ ഈ സ്ക്രീനിൽ നമ്മൾ വായിച്ച മനസ്സിലാവും, സക്സസ് ഇസ് നോട്ട് എ ലക്ക്, ഇറ്റ് ഇസ് എ ഗെയിം ഓഫ് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് പേഷ്യൻസ് നമുക്കില്ല എന്നുള്ളതാണ്, ക്ഷമ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വന്ന് ഇന്ന് മനോജ് സാറൊക്കെ 3 കോടി നേടിയിട്ടുണ്ട്, എനിക്കും അത് നേടാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ സാറിന്റെ ഒക്കെ സംസാരമൊക്കെ പ്രചോദനമായിട്ട് നമ്മളെ പോലുള്ള ആളുകൾ വന്ന് നമ്മളിങ്ങനെ ഇറങ്ങും അല്ലെ. ഇറങ്ങി നമ്മള് ഒരു ആദ്യം തന്നെ എന്ത് ചെയ്യും, നമ്മള് സാധാരണ ഈ ഒരു ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ലീഡേഴ്സ് ഇല്ലാതെ തന്നെ നമ്മൾ എല്ലായിടത്തും പോയി പറയാൻ നോക്കും. കാരണം കിട്ടിയ ഊർജം വെച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും എല്ലായിടത്തും പോയി പറയാൻ നോക്കും. കേൾക്കുന്ന ആളുകൾ എന്താണ്, നമ്മൾ പക്ഷെ ഇത് അവിടെ കുറെ ആളുകളെ സക്സസ്ഫുൾ പേഴ്സണാലിറ്റികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിന്റെ കൃത്യമായിട്ടുള്ള ധാരണ വെച്ചിട്ട് നമ്മൾ പോവാ. പക്ഷെ നമ്മൾ പോയി പറയുന്ന ആളുകൾ എങ്ങനെയായിരിക്കും, അവര് വളരെ അല്ലെ പീഡിയ കൊലയിൽ ഇരുന്നിട്ട് എല്ലാവരെയും സ്ക്രീൻ ചെയ്യുന്ന ആളുകളായിരുന്നു. അവരെടുത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ പോയി പറയാം. ഉടനെ തന്നെ പറയും, ഇവന് വട്ടായിട്ടുണ്ട്, എന്തൊക്കെ ഇവൻ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും 1-2 ആളുകൾക്ക് പോയി ആ ഈ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, നല്ല നെഗറ്റീവ് തട്ടുമുട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താവും, സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി തേടി പോവാണ് അല്ലെ. ഇത് നടക്കൂല. കാരണം ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാവില്ല. ഈ ബെഡ് സ്പ്രെഡിലൊക്കെ കടന്നു കഴിഞ്ഞിട്ട് രോഗം മാറാന്ന് പറഞ്ഞാൽ ഇത് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കേസല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നാവിന്റെ ചുവട്ടിൽ വെക്കുക അല്ലെ. ആ രീതിയിലേക്കുള്ള പരിപാടികൾ അല്ലെങ്കിൽ മറ്റുള്ള പലതരത്തിലുള്ള പരിപാടികളുണ്ട്, അതൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയിലേക്ക് നമുക്ക്. അപ്പൊ നമ്മളിതിന് പേഷ്യൻസ് എന്നുള്ള സംഭവം, ക്ഷമയോടുകൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ നമുക്ക് അതിൽ മുന്നിൽ നമുക്കൊക്കെ പറയാൻ പറ്റുന്ന മാതൃകകളാണ് നമ്മുടെ മനസ്സറ പോലെയുള്ള ആളുകൾ. നമ്മളതൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃകയായിട്ട് കാണിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ പുറത്തു പറയേണ്ട കാര്യങ്ങൾ. അപ്പൊ അവരൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഇതുമായി വന്നപ്പോ എന്തായിരിക്കും അതിന്റെ അവസ്ഥകൾ, ഒരു ശരിക്കും റിസൾട്ടുകൾ പോലും കാണിക്കാനില്ല അല്ലെ. 1-2 ഹിന്ദിയുടെ റിസൾട്ടുകളൊക്കെ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചും എന്നെ പോലെ ആളുകൾക്കൊന്നും ഹിന്ദി ഒന്നും കാര്യമായിട്ട് വഴങ്ങില്ല. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ എന്തോ അല്ലെ ഉടായ്പ പരിപാടികളാണ്, ഇതോടൊക്കെ പോയി പണി വെക്കുന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് പറഞ്ഞിട്ടുണ്ടോ, എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ അവര് വളരെ ക്ഷമയോടുകൂടി വീണ്ടും 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 അതിലേക്ക് വന്നു. മാത്രമല്ല ഹാർഡ് വർക്ക്, സാറൊക്കെ പറയാറുണ്ട്, നമുക്ക് ഇന്ന് വർക്കിന് വേണമെങ്കിൽ എന്ത് വേണം, കാറ് വേണം, മിനിമം കാറ് വേണം നമുക്ക് വർക്ക് ഇറങ്ങാൻ. നമ്മൾ അപ്ലൈ കാറുമായി വന്ന് നമ്മൾ കൊണ്ടുപോയാലാണ് നമുക്കൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ആ രീതിയിലൊക്കെ നമ്മളായി മാറിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കടന്നു വന്ന വഴികള് എന്തായിരിക്കും അല്ലെ. ബസ്സിന് പൈസ ഇല്ലാതെ അല്ലെ ഫുഡിന് പൈസ ഇല്ലാതെ വെള്ളം കുടിച്ച് ചായ കുടിച്ച് ഒക്കെ നടന്ന് ഉണ്ടാക്കി ഹാർഡ് വർക്ക് ചെയ്ത് ശക്തമായി മുന്നോട്ട് പോയപ്പോഴാണ് ഈ വിജയമൊക്കെ അവർ നേടി. ആ രീതിയിലേക്കുള്ള ഒരു വലിയ ക്ഷമയുടെയും ഹാർഡ് വർക്കിന്റെയും ഒരു ഗെയിമാണ് സക്സസ് എന്നാണ് നമ്മുടെ ഈ ഒരു പിക്ചറിലൂടെ നമുക്ക് കാണുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പറയേണ്ട കാര്യമില്ല. എല്ലാവരും സക്സസിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ്. എസ്പെഷ്യലി നമ്മൾ ഈ സാഹചര്യത്തിൽ, ഈ പ്രത്യേകിച്ച് നമ്മുടെ ബയോടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏറ്റവും അതിന്റെ റെവല്യൂഷൻ, അതിന്റെ ഡെവലപ്മെന്റിന്റെ ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ റീപർച്ചേസിംഗും ഒക്കെ വന്ന് നമ്മൾക്ക് വളരെ എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന ഒരു സമയമാണ്, സന്ദർഭമാണ് ഇപ്പൊ. ഈ സമയത്ത്
നമ്മളിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോയിന്റുകൾ ഒന്നുകൂടെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു സംഭവം നമ്മൾ ഈ നോളജ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ നോളജ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ മുമ്പേ പറഞ്ഞിട്ടുള്ള കോൺഫിഡൻസ് എന്ന സംഭവം നമുക്ക് ഉണ്ടാവും. കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നോളജ് ഉണ്ടാവണം. എന്തിലൊക്കെ നമുക്ക് നോളജ് ഉണ്ടാവണം എന്ന് നമ്മളെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഒന്ന്, നമ്മളെ കമ്പനിയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ധാരണ, കമ്പനി MD ആണെങ്കിലും കമ്പനിയുടെ പ്രൊഫൈൽ ആണെങ്കിലും, അതോടെ തന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് നേരത്തെ നമുക്ക് മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണകൾ നമുക്ക് ഉണ്ടാകും. കുറെ ആളുകൾക്ക് അത് കൃത്യമായി ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ പ്രൊഡക്റ്റുകൾ, പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വന്നു. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ, ഇപ്പൊ പ്ലാൻ ബേസ്ഡ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പലതരത്തിലുള്ള കാര്യങ്ങളും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് ഇവിടെ ഇറങ്ങി കഴിയും. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നോളജ് നമ്മൾ അച്ചീവ് ചെയ്യുക. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരമാവധി എവിടെ നിന്നൊക്കെയാണ് പ്രോഗ്രാമുകളും മറ്റുമൊക്കെ പങ്കെടുത്തുകൊണ്ട്, ട്രെയിനിങ്ങിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഇത് കൃത്യമായി നോളജ് നമ്മൾ അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ സക്സസിലേക്ക് പോകാൻ പറ്റുക. അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിലേക്ക് നമുക്ക് നമ്മളെ ഡെവലപ്മെന്റ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് നമ്മുടെ ടീമില്, എസ്പെഷ്യലി നമ്മളെ ബയോട്ടോറിയത്തിൽ നമ്മളെ ലീഡേഴ്സിന്റെ അതിലൊക്കെ നമുക്ക് മനസ്സിലാവും. അവരുടെ കോൺഫിഡൻസ്, അവരുടെ 1-2 പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചാർജ്ഡ് ആവണം. അതിന്റെ കാരണം ഇതാണ്, അവരുടെ കോൺഫിഡൻസ് നമ്മൾ പറയണം. അങ്ങനെ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കി, നമ്മൾ അറിവുണ്ടാക്കി കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ടീമിലേക്കും അത് കൃത്യമായി ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഈ ഇത്ര സമയം ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നു, ചെറിയൊരു PPT നമ്മൾ ഇതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിരുന്നാലും ഇവിടെ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ സക്സസിന് വേണ്ടി അല്ലെ വളരെ ആകാംക്ഷയോടുകൂടി ഇപ്പൊ നമ്മളെ പോലെയുള്ള ഈ രീതിയിലേക്കുള്ള അവതരണം കേൾക്കാൻ വേണ്ടി അല്ല, നല്ല ലീഡേഴ്സിന്റെ, നമ്മുടെ ലീഡേഴ്സിന്റെ ക്ലോസിംഗ് സെഷനൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. രാവിലെ ഡെയിലി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ 6 മണിക്ക് എതിർക്കാം. ഈ സക്സസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി അതാണ്. കുറെ ആളുകൾ കിടന്നുറങ്ങുന്ന ആളുകളുണ്ടാവും. എന്തായാലും ഞാൻ ഇവിടെ ഒരു ലീഡർ സൂചിപ്പിക്കണ്ടായി, ഈ ഉറങ്ങുന്ന ആളുകൾക്കാണ് സത്യത്തിൽ നമ്മൾ ഇത് കേൾക്കേണ്ടത്. ഈ ഉണർന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് അവര് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊന്നും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയാതെ ഒരുപാട് ആളുകൾ, ഉറങ്ങുന്ന ആളുകൾ. ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റിന്റെ ഏറ്റവും ആദ്യമായിട്ട് വേണ്ട വിഷയം നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. നമ്മള് മിക്കവാറും ആളുകൾ അവരുടെ ചരിത്രങ്ങൾ, സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയുടെ ചരിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റുകൊണ്ട് അവർ ദിവസം നേരത്തെ തുടങ്ങി. നമുക്കൊക്കെ അറിയാം, നേരത്തെ എണീറ്റ് ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അവിടെ നമുക്ക് പഠിക്കാനും അല്ലെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ കഴിയുന്ന ഡീപ്പായിട്ടുള്ള തോട്ടുകൾക്കൊക്കെ നമുക്ക് സമയം കിട്ടുന്ന അവസ്ഥയാണ് രാവിലെ ഏർലി മോർണിംഗിൽ നമ്മൾ എണീക്കുന്നത്. പല രീതിയിലാണ് 4 മണിക്ക് നിൽക്കുന്ന ആളുകൾ, അതിന് മുമ്പ് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. ഉറക്കം വരാതെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചതാണ് പറഞ്ഞത്. നമ്മൾ ഉറങ്ങുന്ന ആളുകൾ അതിന് എനർജറ്റിക് ആയിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് നമ്മളൊരു പ്രൊജക്റ്റും ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മൾ മുന്നിൽ. അപ്പൊ ഇത് ആ രീതിയിലേക്ക് വിജയിക്കാൻ ആവശ്യമായി വേണ്ട നോളജ് കരസ്ഥമാക്കാൻ വേണ്ടി രാവിലെ ഈ വന്നിരിക്കുന്ന ആളുകളെ മുന്നിൽ അല്ലെ നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ, വളരെ അനിവാര്യമായ ചർച്ചകളാണ് നമ്മളൊക്കെ നടത്തുന്നത്. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊജക്ട് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോ നമ്മൾ പൊതുവെ പറയാനുള്ള ഒരു മെന്റോർ മാർക്കറ്റിംഗിൽ വന്നപ്പോ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകൾക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനും കുറെ ചേഞ്ചസ് വരുത്താനും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ടത്. എന്തായാലും എന്നെ ഇത്ര നേരം കേട്ടിട്ടുള്ള മുഴുവൻ ലീഡേഴ്സിനും, എല്ലാവരും ലീഡേഴ്സാണ്, സാധാരണക്കാരും ഇതിലില്ല, എല്ലാ ലീഡേഴ്സിനും വളരെ നല്ല രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ജയ് ബേട്ടർ. ഓക്കെ, താങ്ക് യു മുസ്തഫ സാർ. സക്സസ് മന്ത്ര അല്ലെ, വലിയൊരു വിഷയമാണ്. വിജയിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ ബിസിനസ്സിൽ എന്നല്ല, നമ്മളെ ലൈഫിൽ തന്നെ വിജയിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അനിവാര്യമാണ്. പിന്നെ നമുക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഈ ബിസിനസ്സിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ
മറ്റുള്ളവരെ സക്സസ് ആക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെയുള്ള ആളുകളെ സക്സസ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കുറുക്ക് വഴി. അതില് മറ്റു വേറെ ഒരു വഴികളും ഇല്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും, ഈ സക്സസ് മന്ത്രയിലെ ഏറ്റവും മൂല്യമായിട്ടുള്ള കാര്യം. മറ്റുള്ളവരെ സക്സസ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ സക്സസ് ആവാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും വളരെ നന്ദിയുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സക്സസിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ മുസ്തഫ സാറ് നമുക്ക് പറഞ്ഞു തന്നു. എന്തായാലും വളരെ സ്നേഹാദരോടുകൂടെ അദ്ദേഹത്തിന് ഒരു ക്ലാപ്പൊക്കെ, നമുക്ക് ഡിജിറ്റൽ ക്ലാപ്പൊക്കെ അദ്ദേഹത്തിന് നൽകാം. താങ്ക് യു സർ. അതുപോലെ നിരവധി ലീഡേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇനിയും ഓരോ ലീഡേഴ്സിന്റെയും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. പ്രത്യേകിച്ച് പറയാനുള്ളതാണെങ്കിൽ നമ്മളെ മനോജ് സാർ അല്ലെ, മനോജ് സാറ് എന്താ പറയാ, ഒരു അറിവിന്റെ ഒരു എൻസൈക്ലോപീഡിയയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഓരോ ദിവസവും സക്സസ് മന്ത്രങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ മന്ത്രങ്ങൾ, ഏറ്റവും ന്യൂ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നും. കാരണം നമ്മളൊക്കെ വളരെ ഈ കാര്യത്തിലൊക്കെ വളരെ എന്താ പറയാ നിസ്സാരന്മാരാണ്. എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്തിട്ടുള്ള ആൾ. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്? അനുഭവങ്ങൾ തന്നെയാണല്ലോ. പല മുഖങ്ങളെ കണ്ടും പല കാര്യങ്ങൾ ചെയ്തും ആർജിച്ചെടുത്ത അറിവാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് അദ്ദേഹത്തെ പോലെ ഒരു ലീഡറെ, നമുക്കൊരു നേതാവിനെ ലഭിച്ചത് നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇന്ന് ഇന്റർനാഷണൽ തലത്തിലേക്കാണ് അദ്ദേഹം ബിസിനസ് കൊണ്ടുപോകുന്നത്. ഇപ്പോ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കൊക്കെ വ്യാപിപ്പിച്ചിട്ടുണ്ട് നമ്മളെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലെജൻഡ് ആയിട്ടുള്ള മനോജ് സാറ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹാദരോട് ഇന്നലെയൊക്കെ പാലക്കാട് എന്താ പറയാ, ഇന്നലെയൊക്കെ പാലക്കാട് എന്താ നടരാജ നൃത്തമായിരുന്നു അവിടെ നടന്നത്. മൊത്തത്തില് എല്ലാ എന്താ പറയാ എനർജിയുടെ ഒരു പ്രത്യേക ലെവലായിരുന്നു ഇന്നലെ മനോജ് സാർ അവിടെ പെർഫോമൻസ് ഒക്കെ. എല്ലാവർക്കും വളരെ സ്നേഹാദരവ് നൽകിക്കൊണ്ട് എല്ലാവരെയും എന്താ പറയുക, ആരെയും ഒഴിവാക്കാതെ ചേർത്ത് നിർത്തുന്ന നമ്മളെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലെജൻഡ് ആണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്കൊക്കെ വേണ്ടിയിട്ട് വളരെ സ്നേഹാദരോടുകൂടെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഗ്രേറ്റ് ലെജൻഡ് മനോജ് സാർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹംസ സർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുസ്തഫ മാസ്റ്ററാണ് സക്സസ് മന്ത്രയായിട്ട് വന്നത്. അദ്ദേഹത്തിന് വലിയ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നമ്മൾ ഈ സുപ്രഭാതങ്ങളിൽ നമ്മളെ ഈ 6 AM ക്ലബിലേക്ക് വരുന്നത്. കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് വയട്ടോറിയത്തിലേക്ക് വന്നത്. ആരോഗ്യവും സമ്പത്തും സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന ഈ വലിയ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി എത്താനും നിലനിൽക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് സഹായിക്കുന്നത് ദൈവാനുഗ്രഹം മാത്രമാണ്. ദൈവാനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിലേക്കൊക്കെ വരാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊന്നും ഇതിലേക്ക് വരാൻ പറ്റില്ല, അവർക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് പോയി പറഞ്ഞാലും അവർ ഉൾക്കൊള്ളില്ല. ഇനി ഉൾക്കൊണ്ടാലും അവരത് തട്ടിക്കളയും, അവർ ഒഴിവായി പോകും. അതാണ് ഇതിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത്. ഇതൊരു അൺസീൻ പവറാണ്. മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു അൺസീൻ പവറാണ്. ദൈവികാനുഗ്രഹവും ഒരു അൺസീൻ പവറാണ്. ദൈവത്തിന് നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ അനുഭവിച്ചറിയുന്നു ആ മഹത്വം എന്നുള്ളത്. അതുപോലെയാണ് മാഗ്നറ്റിസം. മാഗ്നറ്റിസം നമുക്ക് കൈകൊണ്ട് തൊട്ട് കാണിക്കാനൊന്നും പറ്റില്ല, അനുഭവിച്ചറിയാം അല്ലെ. നമ്മൾ റിസ്റ്റ് ബാൻഡ് കൈ കെട്ടിയിട്ട് ഡെമോ കാണിക്കുമ്പോൾ അത് നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് സക്സസും. സക്സസിന് ഇവിടെ കുറെ മന്ത്രങ്ങൾ നമ്മുടെ മുസ്തഫ മാഷ് പറഞ്ഞു. ആ മന്ത്രങ്ങളിലേക്കെല്ലാം എത്തണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് വേണമെന്നറിയോ? ദൈവാനുഗ്രഹമുള്ളവരായി തീരണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഈ സക്സസ് മന്ത്രമൊക്കെ നമ്മളിലേക്ക് സക്സസ് ആവുള്ളൂ. ബേസിക് പോയിന്റ് അതാണ് എന്റെ വീക്ഷണത്തിൽ കേട്ടാ. വിയോജിപ്പുള്ളവർക്ക് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താം. ഞാൻ എന്റെ അനുഭവത്തിലും പറയാണ്. ആദ്യം നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ ഒരു കാര്യം വേണം. എന്നാൽ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലാത്തതൊക്കെ തെറ്റിത്തെറിപ്പിച്ച് പോകും. കേട്ടില്ലേ?
എന്നിട്ട് തുടങ്ങിയാൽ മതി ബാക്കി എല്ലാ മന്ത്രങ്ങളും. നമ്മൾ എപ്പോഴും ഇവിടെ അത് ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുമ്പോഴും അല്ലേ ഒരു ഈശ്വര പ്രാർത്ഥന കൂടിയാണ് നമ്മൾ നടത്തുന്നത്. ഈശ്വരനെ പ്രാർത്ഥിക്കാൻ നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം, വായ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടില്ലേ. കുറെ നാമങ്ങൾ ചൊല്ലിയതിനെ കൊണ്ടൊന്നും കാര്യമില്ല, ഹൃദയത്തിൽ നിന്ന് അത് വരണം. അങ്ങനെ ഹൃദയത്തോട് നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ മാനസികമായിട്ട് മനസ്സിലായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ വിജയിച്ചു എന്നുള്ളതാണ്. അതില്ലാതെ ഒന്നും നടക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ മനുഷ്യൻ വെറും പുഴുക്കളാണ് ഈ ഭൂമിയിൽ എന്നുള്ളതാണ് എന്റെ വിശ്വാസം കേട്ടാ. എതിർപ്പുള്ളവരെ എതിർപ്പ് പ്രകടിപ്പിക്കാം. ഓക്കെ, അവിടെ നിന്നാണ് നമ്മളെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ചില ആളുകൾ ഈ പണമൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇതിനെയൊക്കെ അങ്ങോട്ട് മറന്നു കളയും അല്ലെ, ഈ അനുഗ്രഹ ശക്തി അങ്ങോട്ട് മറക്കും അല്ലെ. നമ്മളെ അനുഭവത്തിൽ എത്രയോ കാണാറുണ്ട്. സക്സസ്, എന്റെ കഴിവ്, ഞാൻ ഭയങ്കര അപാരനാണ്, ഞാൻ വലിയ പുലിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിയുമ്പോൾ അല്ലെ താഴോട്ട് ഇടിഞ്ഞു വീഴുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരെ താങ്ങി നിർത്താൻ സാക്ഷാൽ ദൈവത്തിന് പോലും സാധിക്കില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നല്ലൊരു ദൈവാനുഗ്രഹം ഉള്ളവരായിട്ട് മാറുക. അത് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ഒരു കാര്യം വരുമ്പം വേഗം ഓടിച്ചെന്ന് 1 രൂപ കൈക്കൂലി കൊടുത്താലൊന്നും ദൈവം അനുഗ്രഹിക്കില്ല അല്ലെ. നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നേരെ പള്ളിയിൽ ചെല്ലുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ ചെല്ലുന്നു, 1 രൂപ അവിടെ ഇടുക, എന്റെ കാര്യമൊക്കെ നടത്തി തരണം, ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പുള്ളി ആരെ ഏജന്റാണ്. പുള്ളി ഏജന്റും ബ്രോക്കറൊന്നും അല്ല കേട്ടാ. അങ്ങനെ 1 രൂപ ഉണ്ടോ അല്ലെങ്കിൽ 100 രൂപ ഉണ്ടോ, ചില കാശില്ലനുസരിച്ച് 500, 1000, 2000 ഒക്കെ കൊണ്ട് കൊടുക്കും അല്ലെ. അതുകൊണ്ടൊന്നും അനുഗ്രഹം ഉണ്ടാവില്ല. നമ്മുടെ പ്രവൃത്തി സത്യസന്ധമായിരിക്കണം, മനസ്സിലായ. എന്ത് പ്രതിസന്ധികൾ വന്നാലും നമ്മൾ സത്യസന്ധമായ പ്രവൃത്തിയിലൂടെ പോയി മുന്നോട്ട് പോയാലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു സക്സസിലേക്ക് നമ്മൾ ലൈഫിൽ ദൈവം എത്തിക്കും. അതാണ് യഥാർത്ഥ വിജയം എന്നാണ് എന്റെ ഭാഷ്യം. ഓക്കെ, അതിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ദൈവാനുഗ്രഹം കിട്ടിയ വ്യക്തികൾക്ക് അല്ലെ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ മാഷ് സൂചിപ്പിച്ചത് അല്ലെ. ആദ്യം നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം, ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. ഈ ആത്മവിശ്വാസം എവിടുന്ന വർദ്ധിക്കുന്ന അറിയാം, എന്റെ ദൈവമല്ലേ എന്നെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെ. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുത്തപ്പോൾ തന്നെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് തുടങ്ങിയ ഒരാളാണ്. ഞാൻ ദൈവവിശ്വാസിയായുണ്ട്. അപ്പോ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് കൊടുങ്കാറ്റ് വന്നാലും, എന്ത് ഭൂകമ്പം വന്നാലും, എന്ത് പ്രളയം വന്നാലും ഞാൻ അതാണ് ഇപ്പോഴും സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. എനിക്കൊരു പ്രശ്നമില്ല എന്റെ അല്ലെ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അതാണ് പഴയതിനേക്കാൾ ചിരിയാണ് ഇപ്പോ. കുറെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും പ്രശ്നമില്ല ഇവിടെ. എന്നെ നയിക്കുന്ന ഒരു ദൈവിക ശക്തിയാണെന്നുള്ള വിശ്വാസമാണ് എനിക്ക് കൂടുതൽ സന്തോഷവും ആവേശവും പ്രത്യാശയും പ്രതീക്ഷയും ഉത്സാഹവും ഒക്കെ നൽകുന്നത്. ക്ലിയറായ ഞാൻ പറഞ്ഞ പോയിന്റ്? അതിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. അതിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം കോൺഫിഡൻസ് ഉണ്ടാകണം. കോൺഫിഡൻസ് ഇങ്ങനെ ഈ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ നിങ്ങൾ വരും. പിന്നെ ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഇത് ഞാനല്ലല്ലോ ചെയ്യുന്നത്, നമ്മളൊരു നിമിത്തക്കാരൻ മാത്രമല്ലേ ഉള്ളൂ അല്ലെ. എല്ലാം ഭഗവാൻ നടത്തിക്കോളും അല്ലെങ്കിൽ ദൈവം നടത്തിക്കോളും, തമ്പുരാൻ നടത്തിക്കോളും. നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുക? ഒരു ശക്തിയെ ലോകത്തുള്ളൂ കേട്ടോ അല്ലെ, ആ പ്രപഞ്ച ശക്തി. അതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. ആ ശക്തി നടത്തുന്നുള്ള ആവേശത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. മുന്നോട്ട് പോകണം കേട്ടോ. അവിടെ ഇരുന്നിട്ട് എല്ലാം ഭഗവാൻ നടത്തി തരുന്ന പറഞ്ഞാൽ ഒന്നും നടക്കൂല കേട്ടില്ലേ. അത് വേറെ കഥ. നിന്റെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് ഭക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വിയർപ്പൊഴുക്കണം, അധ്വാനിക്കണം, മനസ്സിലായ, അപ്പോഴാണ് ഫലം കിട്ടുള്ളൂ. അപ്പൊ അതിന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം, ആത്മവിശ്വാസം ഉണ്ടാകണം. ആരിൽ വിശ്വാസം ഉണ്ടാകണം? ഫസ്റ്റ് സെൽഫ് കോൺഫിഡൻസ്. സ്വയം നമ്മളിൽ വിശ്വാസം ഉണ്ടാകണം. എനിക്കിതൊന്നും പറ്റൂല കേട്ടാ, ഇത് ഡോക്ടർ രാജു സാറിനെ പോലുള്ള ആൾക്ക് പറ്റൂ. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഇതൊന്നും സയൻസ് ഒന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല മനോജ്, അതുകൊണ്ട് ഞാനില്ല കേട്ടാ. ആരുമല്ല, നമ്മള് കോഴിക്കോട് ഷാജി സാറ്. പുള്ളി വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതൊക്കെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് മാറി നിൽക്കുക. ഇവിടെ ആർക്കാ വിദ്യാഭ്യാസം? ഇതിന് വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ടെന്ന്, ഇതിന് വിജയിക്കാനുള്ള ആവേശം മാത്രം ഉണ്ടായാൽ മതി. വിജയിച്ച് അടങ്ങുന്നുള്ള വിജയ ലഹരി നിങ്ങളെ കീഴടക്കിയാൽ മതി. വലിയ അറിവൊന്നും വേണ്ട, കുറച്ച് പഠിക്കാനല്ലേ ഉള്ളൂ അല്ലെ. ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാന്നൊക്കെ ഞാൻ കൂടെ വരാം, ഞാൻ പറയുന്നത് കേട്ട് പഠിച്ചാൽ മതി. അങ്ങനെ ഞാൻ കൂടെ കൊണ്ടു നടന്ന് ഇപ്പം വലിയൊരു ലീഡറായി 1 കോടി രൂപ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയുന്നു, ഇതിൽ കറക്റ്റാ കാറ് മേടിച്ചു, ഇപ്പൊ സെറ്റായി. ഇത്ര മാസം ഞാൻ പറയാൻ നടന്നതാണെന്നല്ലോ. കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടാവും, സെൽഫ് കോൺഫിഡൻസ്. ക്ലിയർ ആയോ? അതേപോലെ തന്നെ ഇപ്പൊ എന്ത് കോൺഫിഡൻസ് ഉണ്ടാവണം? അപ്ലൈനിലുള്ള വിശ്വാസം ഉണ്ടാകണം. മനോജ് ശരിയല്ലെന്ന് മനസ്സിലായ, അയാൾക്കൊന്നും ഇതിനെ കൊണ്ടൊന്നും പറ്റൂലെന്ന്, അയാൾക്ക് അതിന് വലിയ കഴിവൊന്നുമില്ലെന്ന്, അയാളെ കൂടെ നിന്നാലും രക്ഷപ്പെടൂലെന്ന്. അപ്പുറത്ത് ഭയങ്കര നല്ല ലീഡർമാരുണ്ടെന്ന്, വല്ല പണ്ണും തടിയും ഒക്കെ ഉള്ള കുറെ ആളുണ്ട്, അവരുടെ കൂടെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും ഇന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. അതാണ് അപ്ലൈനിൽ കോൺഫിഡൻസ് ഉണ്ടാകണം. മനസ്സിലാവണ്ടോ പറഞ്ഞത്? അപ്ലൈനിൽ കോൺഫിഡൻസ് ഉണ്ടാകണം അല്ലേ.
ഇവിടെ നമ്മുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അയാളെ കാണാൻ ഒരു ഭംഗി ഉണ്ടായിട്ടില്ല. മുടിയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടിരുന്നു. അയാളോട് മുടി മാറ്റാൻ പറഞ്ഞു ആൾക്കാർ, അല്ലേ? അദ്ദേഹത്തോട് മുടി മാറ്റാൻ പറഞ്ഞു. മുടി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. എന്നാ ഇന്ത്യ അറിയപ്പെട്ട ഏറ്റവും നല്ല പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു, അല്ലെ? കാണാൻ ഭംഗിയൊന്നും ഇല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു, സാറിന്റെ വേഷമൊക്കെ ഒന്ന് മാറ്റണം എന്ന്. അദ്ദേഹം പറഞ്ഞു ഞാൻ മാറില്ലെന്ന്. എന്നാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ APJ അബ്ദുൽ കലാം സാർ, അല്ലെ? അതിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. തന്റെ പ്രവൃത്തിയാണ് നമ്മളെ വിജയത്തിലേക്ക്, ആളുകളിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്. മനസ്സിലാവുന്നു? അപ്പൊ ഞാൻ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം, അപ്ലൈനിൽ വിശ്വാസം ഉണ്ടാകണം, പിന്നെയോ നമ്മുടെ ടീമിൽ വിശ്വാസം ഉണ്ടാകണം, അതേപോലെ തന്നെ കമ്പനിയിൽ വിശ്വാസം ഉണ്ടാകണം, പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടാകണം, നമ്മുടെ ഇൻകം പ്ലാനിൽ വിശ്വാസം ഉണ്ടാകണം, സാഗർ ജോഷി സാറിലെ വിശ്വാസം ഉണ്ടാകണം, ഈ ഇൻഡസ്ട്രിയിൽ വിശ്വാസം ഉണ്ടാകണം. എന്തെല്ലാം വിശ്വാസങ്ങൾ വേണം, അല്ലെ? ഈ ഇൻഡസ്ട്രി ഇനി കാലഘട്ടത്തിന്റെ ഇൻഡസ്ട്രി ആണെന്നുള്ള വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഇത് പഴഞ്ചൻ ബിസിനസ് അല്ല. ചക്ക കൊടുത്ത് തേങ്ങ കൊടുത്ത് അരിയും വാങ്ങുന്ന ബിസിനസ്സിലേക്കല്ല നമ്മൾ പോയിരിക്കും. ഇനി കാലം വരുന്ന തലമുറകള് നമ്മുടെ സാധാരണക്കാരന്റെ മക്കളും അതേപോലെ തന്നെ സെലിബ്രിറ്റീസിന്റെ മക്കളും കോടീശ്വരന്മാരുടെ മക്കളും എല്ലാം കീഴടക്കാൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാണ്. വരും തലമുറകൾ ആകർഷിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടയർ സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും. അതിലെ നമ്പർ 1 കമ്പനിയാണ് വയട്ടൂറിയം. തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാവണം. അവിടുന്ന് ഒരു കോൺഫിഡൻസ് വേറെ ലെവലിൽ വരാനുണ്ട്. മനസ്സിലായ? ഇത് ലോകം മുഴുവൻ കീഴടക്കാൻ പോകുന്ന ഇൻഡസ്ട്രിയാ. നമ്മളെ തലമുറകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഇൻഡസ്ട്രിയാ. വയട്ടൂറിയം പ്രത്യേകിച്ച് ബ്ലഡ് സർക്കുലേഷൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ 150 രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്രത്യേകിച്ച് വയട്ടോറിയത്തിന്റെ പവർ നിങ്ങളിലേക്ക് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര മഴയാണ്, കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ക്ലിയർ ഉണ്ടോ? സൗണ്ട് ക്ലിയർ ഉണ്ടോ മുസ്തഫ സാറേ, ഹംസ സാറേ? യെസ്. ആ കോൺഫിഡൻസ് ആണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക. അതാണ് മാഷ് ഇവിടെ പറഞ്ഞത്, കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു. ഇത് ആവർത്തിച്ച് നമ്മൾ പ്രോഗ്രാംസിലും മീറ്റിങ്ങുകളിലും BOPകളിലും സൂമിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവല് ഇങ്ങനെ കൂടി മുകളിലോട്ട് ഗ്രാഫിങ് ഇങ്ങനെ കൂടി വരും. മനസ്സിലായ? പിന്നെ ആര് പറഞ്ഞാലും സ്വന്തം ഭാര്യയും മക്കള് പറഞ്ഞാൽ പോലും നമുക്ക് നിർത്താൻ പറ്റില്ല, അല്ലെ? നിങ്ങൾ വയട്ടൂരൊന്നും ചെയ്യേണ്ട വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് മാസം തോറും ഡോക്ടർ ആയുസാറിന്റെ മക്കളൊക്കെ അമേരിക്കയിൽ ഭയങ്കര ഹോസ്റ്റൽ ജോലി ചെയ്യുന്നു. അച്ഛനെന്തിനാ ഇതിനൊക്കെ നടക്കുന്നത്? ഞങ്ങൾ മാസം തോറും ഞാൻ 50,000 തരാം, മറ്റേ മോളും തരാം, 1 ലക്ഷം രൂപ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്ന് പറഞ്ഞാൽ രാജസാർ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, രാജസാറിന്റെ പണമല്ല പ്രധാനം, അല്ലേ? പണത്തെക്കാൾ ഉപരി ഇവിടെ പലതും ഉണ്ട് എന്റെ മനസ്സ്. അതാണ് നമ്മൾ തിരിച്ചറിയാത്ത ബന്ധങ്ങള്, ഫ്രണ്ട്ഷിപ്പുകള്, അല്ലേ? അതാണ് നമ്മളിപ്പോ ഹംസ സാറിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ അതാണ്. നമ്മളൊരു സക്സസിലേക്ക് എത്തിക്കുന്ന നമ്മളെ ബന്ധങ്ങളാണ്, റിലേഷൻഷിപ്പാണ്, അല്ലേ? എന്നെല്ലാം വിജയത്തിലേക്ക് എത്തിച്ച ഞാൻ ഈ പാവപ്പെട്ട തൃപ്പൂണിത്തുറയിൽ എവിടെയോ ഒരു മൂലയിൽ കിടന്ന് ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. others people talent and others people time, അല്ലെ? others people money. മറ്റുള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് റിലേഷൻഷിപ്പ്, അല്ലെ, അവരുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ ബന്ധങ്ങളാണ് നമ്മളെ എന്താക്കുന്നത്, സക്സസിലേക്ക് എത്തിക്കും. പലതരത്തിലുള്ള സക്സസിലേക്ക് എത്തിക്കുക. ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി സാധിക്കും. ചില ആളുകൾ ബന്ധങ്ങൾ പെട്ടെന്ന് സ്പോയിൽ ചെയ്യും. ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാം. ഒരു വാക്ക് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിന് വേദനിക്കുന്നുണ്ടോ നമ്മൾ 100 വട്ടം ചിന്തിക്കണം. അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ അവരോട് ക്ഷമ ചോദിക്കണം, മാപ്പ് പറയണം. ക്ഷമയും മാപ്പ് എന്ന് പറയുന്നത് നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. മനസ്സിലായ? അല്ലാണ്ട് മസിൽ പിടിച്ച് നിൽക്കുകയല്ല ഉണ്ട്. മനുഷ്യനല്ലേ തെറ്റ് പറ്റാം. തെറ്റ് പറ്റിയാൽ അതവിടെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വലിപ്പിച്ച് ചെറുപ്പൊന്നുമില്ല. തെറ്റ് പറ്റിയ ക്ഷമ ചോദിച്ചാൽ എന്തോ ചെറുതായി മാറും, അല്ലെ? നമ്മുടെ ഇഷ്ടികൊക്കെ താഴോട്ട് ഇടിഞ്ഞു വീഴുന്നതാണ് ചില ആൾക്കാരുടെ ധാരണ. മനുഷ്യരാണ്, ചിലപ്പോ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് തിരുത്താൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അപ്പൊ നമ്മളെ മഹത്വം ഉയർത്തപ്പെടുന്നതാണ് ഞാൻ പഠിച്ച പോളിസി, കേട്ടില്ലേ സെന്തിൽ സാറേ? മനുഷ്യർക്ക് തെറ്റ് പറ്റിയാൽ നമ്മൾ വാശി പിടിച്ച് നിൽക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, അവനോട് ക്ഷമിക്കുക, പൊറുക്കുക. അപ്പൊ നമ്മളുടെ മഹത്വം ഉയർത്തപ്പെടുകയാണ് അവിടെ. അല്ലാണ്ട് നമ്മൾ മോശക്കാരനാകുകയല്ല ചെയ്യുന്നത് അവിടെ. അതെല്ലാവരും തിരിച്ചറിയും. ഞാൻ ഒരാളോടല്ല പറഞ്ഞത്. ആർക്കും പറ്റാൻ തെറ്റ് അവരോട് നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ്, അല്ലെ? എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ മഹത്വം ഉയർത്തപ്പെടും. നമ്മളെ വേറെ ലെവലിൽ ദൈവം ഉയർത്തുന്നു. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആരോടും വാശിയും വെറുപ്പും വൈരാഗ്യവും നമ്മൾ എപ്പോഴും കാണിക്കരുത്. ക്ലിയർ? ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. കോൺഫിഡൻസ് ഉണ്ടാകണം, റിലേഷൻഷിപ്പ് നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ സക്സസിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യങ്ങൾ നമ്മളെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ പുതിയ ടെക്നോളജിയൊക്കെ നമ്മൾ ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, ഫേസ്ബുക്ക് ഉപയോഗിക്കുക, വാട്സപ്പ് ഉപയോഗിക്കുക, അല്ലെ? നമ്മളിപ്പോ ഇവിടെ ചേർന്നിരിക്കുന്ന തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്.
കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത്. കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ പറ്റും. ഇപ്പൊ കൊട്ടാരക്കര വിഷ്ണു ഇല്ലേ, കൊട്ടാരക്കര വിഷ്ണു 10ാം ക്ലാസ്സിൽ 3 തവണ തോറ്റവനാ. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ഇപ്പൊ അദ്ദേഹം വന്നിട്ട് ഫേസ്ബുക്കും എല്ലാം പഠിച്ചു. ഇവിടെ ഡിഗ്രി പാസ്സായ ആളും PG എടുത്ത ആളും ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് അത് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കാം ചിലപ്പോ. പക്ഷെ അദ്ദേഹം അത് പ്രൊമോട്ട് ചെയ്തപ്പോ ഇല്ലേ, അതിലൂടെ കുറെ അദ്ദേഹത്തിന് തെറി കേൾക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൂടെ കുറെ എൻട്രീസും കിട്ടിയിട്ടുണ്ട്. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയാണ് പല സ്ഥലത്തും ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ടീം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാതെ നമ്മൾ അറിയപ്പെടണം. ഫേസ്ബുക്കിലൂടെയും അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുക. സക്സസ് മന്ത്രിയാണ് ഇതൊക്കെ. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ മാഷ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി സക്സസിലേക്ക് എത്തണമെങ്കിൽ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗോളുകൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പലരും ഗോളുകൾ സെറ്റ് ചെയ്യുന്നില്ല. ഒരു ഫാമിലി ബോണസാണ് എല്ലാവരും സെറ്റ് ചെയ്യുന്നത്. ഒരു ഫാമിലി ബോണസ് മിസ്സായി പോയാൽ ഭയങ്കര ദേഷ്യമാണ് അല്ലെ. ഞാൻ അപ്പുറത്ത് വെക്കുമ്പോൾ ഇപ്പുറത്ത് വെച്ചില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം തീർന്നു തകർന്നു, അപ്പലേനെ വിളിക്കുക, വഴക്ക് പറയാ. ഒന്നുമല്ല എന്റെ പൊന്നു സുഹൃത്ത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഫാമിലി ബോണസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഫാമിലി ബോണസ് എന്നാ ഇന്നലെ എന്നോട് പറയണ്ടേ, എന്റെ അടുത്ത് 3 എണ്ണം ഉണ്ടായിരുന്നു, എനിക്കൊരു ഫാമിലി ബോണസ്. ഈ ഫാമിലി ബോണസിൽ ചരടുപെട്ടാ തീർന്നു കേട്ടാ, തീർന്നു, വിജയിക്കൂല. വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞു, അത് വാങ്ങിച്ചോ. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ വഴക്ക് കൂടാനോ പ്രശ്നത്തിനോ ഒന്നും പോകരുത്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലെഫ്റ്റിൽ 5 എൻട്രിയും റൈറ്റിൽ 5 എൻട്രിയും ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് 5 അന്ന് എന്തോ 5 വെക്കാൻ കാരണം ഹംസ സാറിനൊക്കെ അറിയാം. അന്ന് 2 വിങ്ങിലും 5 ഒരേ കട്ടപ്പിൽ വന്നാൽ നമുക്കൊരു പെർഫോമൻസ് ബോണസ് കിട്ടുമായിരുന്നു, 3000 rupees. അത് മേടിക്കാൻ പറ്റില്ല. അപ്പൊ അവയർനെസ് കിട്ടും, ഫാമിലി കിട്ടും, പെർഫോമൻസ് കിട്ടും. ഈ 3 എനിക്ക് ഒരുമിച്ച് വാങ്ങാനാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇൻകം വന്നപ്പോ എനിക്ക് ഫാമിലി ബോണസ് ഇല്ല. അവയർനെസ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. ഞാൻ എന്റെ അപ്ലൈനെ വിളിച്ചു, ശശി സാറാണ് കോയമ്പത്തൂര്. അദ്ദേഹം ഇപ്പൊ മരിച്ചു, മരണപ്പെട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിന് വിളിച്ചു, അതിപ്പോ ഒരു ഫാമിലി ബോണസ് വരുന്നു. എവിടെ വരാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, നിങ്ങൾക്ക് ഇതിന്റെ പ്ലാൻ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. സാർ ഒരു കാര്യം വഴക്കൊന്നും പറഞ്ഞു, കാര്യം പറഞ്ഞുള്ളൂ. സാറിന്റെ അപ്ലൈൻ ലീഡറുടെ നമ്പർ ഒന്ന് തരൂ, ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കും. ഇല്ല വരുമോ ഒന്നോളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ഉരുണ്ട് കളിച്ച് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചപ്പോ അങ്ങനെയാണ് റഷീദ് സാറിന്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്. ഞാൻ റഷീദ് സാറിനെ വിളിച്ചു ഹിന്ദിയിൽ. റഷീദ് സാർ പറഞ്ഞു, ആപ്കോ നെയ് മിലേഗാ ഫാമിലി ബോണസ്. ഞാൻ ചോദിച്ചു, ക്യോ നെയ് മിലേഗാ, റീസൺ ക്യാ എന്ന് ചോദിച്ചു. എന്താ റീസൺ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഫസ്റ്റ് കട്ട് ഓഫിൽ നമുക്ക് അവയർനെസ് ബോണസേ കിട്ടുള്ളൂ, പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതും കിട്ടും. സെക്കൻഡ് കട്ട് ഓഫ് മുതലേ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഫാമിലി ബോണസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എത്ര എൻട്രി കയറ്റിയാലും നിങ്ങൾ അപ്പുറം ഇപ്പുറം 1000 PV വെച്ച് കയറിയാലും നിങ്ങൾക്ക് ആദ്യം അവയർനെസ് ബോണസേ കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം, ടീമിലേക്ക് പഠിപ്പിക്കണം, കേട്ടില്ലേ. ഫസ്റ്റ് കട്ട് ഓഫിൽ 150 PV, 50 100 അത് വന്നാൽ നമുക്ക് അവയർനെസ് ബോണസ് 440 രൂപ. അത് മാത്രമേ ഫസ്റ്റ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇതെല്ലാം ചെയ്തല്ലോ, എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഒന്നിച്ചു വെച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ 5025 രൂപയായിരുന്നു അന്നത്തെ ഫാമിലി ബോണസ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എന്റെ അപ്ലൈനോട് ചൂടായി, ഞാൻ ഈ ബിസിനസ്സിലില്ല, ഞാൻ നിർത്തുകയാണ്, നിങ്ങൾക്ക് അറിയില്ല പ്ലാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ചൂടായിട്ട് ഞാൻ നിർത്തിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ ഗതി? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇങ്ങനെ നമ്മുടെ ടീമിൽ ലഹളി ഉണ്ടാക്കി നിർത്തിയ ആളുകളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഇനി അദ്ദേഹം ചെയ്യുന്നില്ല സാർ, അദ്ദേഹത്തിന് ഫാമിലി ബോണസ് കിട്ടാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, പ്ലാനുകൾ പഠിക്കണം, ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യണം, കൃത്യമായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യണം. ചില ആൾ ഈ പ്രൊഡക്റ്റും കടമോ പ്ലാൻ ഒന്നും പറയണ്ട, പ്ലാൻ പറയണ്ട കേട്ടോ. അതല്ല, നമ്മൾ അവരോട് അവസരം പറഞ്ഞു കൊടുക്കണം. വലിയ രീതിയിൽ പ്ലാൻ പറയുന്നില്ലെങ്കിൽ അവരോട് ഇത് നിങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ മുടക്കിയ കാശെങ്കിലും നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെയുണ്ടോ? അത് കൊള്ളാലോ എന്ന് എല്ലാവരുടെ മനസ്സിലുണ്ട്. പണം ആവശ്യമില്ലാത്തവർ ഈ ലോകത്ത് ആരുമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ, മനസ്സിലായ? ആരുമില്ല. ഡൊണാൾഡ് ട്രംപിന് പോലും പണത്തിന് അത്യാർത്ഥി പിടിച്ച് നടക്കുന്ന മനുഷ്യനാണ് അല്ലെ. അതാണ് ഗിരിവൊക്കെ കൂട്ടിയിട്ടാണെന്നില്ല ഇപ്പൊ അല്ലെ. ആലോചിച്ച് നോക്കണേ, ആർക്കും പണം ആവശ്യമുണ്ട്, അത് തിരിച്ചറിയാം ഫസ്റ്റ്. അപ്പൊ അവതരിപ്പിക്കേണ്ട രീതിയിൽ ഇൻകം പ്ലാനും കൂടെ അവിടെ നമ്മൾ അവതരിപ്പിക്കണം. ഇവിടെ ഓപ്പർച്യൂണിറ്റി സെയിലാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. പ്രൊഡക്റ്റ് ഓക്കെ, എല്ലാം ഓക്കെ, സംവിധാനങ്ങളൊക്കെ ഇത് കൊണ്ടുവന്ന് ഡയറക്ട് സെല്ലിംഗ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നെ ആരോഗ്യം കൊടുക്കുന്നതോടൊപ്പം ജനങ്ങൾക്ക് സമ്പത്തും കൂടെ വിതരണം ചെയ്യാനാണ്. അല്ലാണ്ട് വെറും ആരോഗ്യമുള്ള ജനത ഉണ്ടാക്കൽ മാത്രമല്ല. എന്നാ പിന്നെ ഇൻകം പ്ലാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാവർക്കും നമുക്ക് സാലറി തന്നാ പോരെ. ഡാക്ടർ സാർ നിങ്ങൾ ഇത്ര എണ്ണം വിറ്റ ഇത്ര രൂപ ശമ്പളമല്ല ഇവിടെ. അതുകൊണ്ട് ഇൻകം പ്ലാൻ നമ്മൾ നിർബന്ധമായിട്ടും ആളുകളോട് പറയണം. ഷോ ദ പ്ലാൻ, മനസ്സിലായ?
മോർ പ്ലാൻ മോർ ഇൻകം. ആരാണോ കൂടുതൽ പ്ലാൻ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് കൂടുതൽ ഇൻകം കിട്ടും. കുറച്ച് പ്ലാനേ പറയുന്നില്ലെങ്കിൽ ഇൻകം കുറയും. മനസ്സിലായി? ഒരു പ്ലാനും പറയാത്തതിന് 10 പൈസ കിട്ടൂല കേട്ടാ. ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം. അതുകൊണ്ട് പ്ലാൻ പഠിക്കണം, പ്ലാൻ പഠിപ്പിക്കണം, പ്ലാൻ പഠിപ്പിക്കണം. ആദ്യം നമ്മൾ പഠിക്കുക, എന്നിട്ട് കുറച്ചാളെ അത് പഠിപ്പിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് നമ്മളവിടെ ഇരുന്നിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് ഇത്, സിമ്പിൾ. ഇത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് സക്സസ് മന്ത്ര ഇത്ര കാര്യങ്ങളേക്കുള്ളൂ. ഗോളുകൾ സെറ്റ് ചെയ്യണം. ഓരോ ആഴ്ചയിലും ഞാൻ ഇത്ര രൂപ വരുമാനം മേടിക്കുന്ന ഗോൾ നിങ്ങൾക്ക് ഉണ്ടാകണം. അതില്ല പലർക്കും. ഇങ്ങനെ തേരാപ്പാരം നടക്കണം. ആരെങ്കിലും പറഞ്ഞ് മേടിച്ചായി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെ? അങ്ങനെയല്ല. അവിടെയാണ് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ പറ്റും. എനിക്കിത് വന്നപ്പോൾ തന്നെ ഗോൾ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ മുസ്തഫ മാഷ് പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളില്ല, റിസൾട്ട് ഇല്ല, ആരും ഉപയോഗിച്ചിട്ടില്ല, ഒരു തെളിവ് കാണിച്ചു കൊടുക്കാനില്ല, ആരും ഉപയോഗിച്ച റിസൾട്ട്, ഹിന്ദിക്കാരുടെ റിസൾട്ടാ, അതൊക്കെ തട്ടിപ്പാണെന്ന്. ഇപ്പോഴും മലയാളികളുടെ റിസൾട്ട് പറഞ്ഞിട്ട് പോലും തട്ടിപ്പാണ്. ഞാൻ രാജു സാറിന് ഇന്നലെ റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. രാജു സാർ തീരെ ഓപ്ഷനായിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രാജു സാർ ഇപ്പൊ ബുള്ളറ്റ് ഇപ്പൊ പറക്കുകയാണെന്ന്. അതൊക്കെ ചുമ്മാ പറയണയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞതാ, ചുമ്മാ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാജു സാറും വൈഫും കൂടി കാർ ഓടിച്ചിട്ട് തൃശ്ശൂർ വരെ പോയി അവരുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വേണ്ടി. ഒരു കുഴപ്പമില്ല, ഭയങ്കര എനർജി. അതൊക്കെ ചുമ്മാ പറയണാണ്. എന്ത് പറഞ്ഞാലും വിശ്വാസമില്ല നമ്മുടെ ആളുകൾക്ക്. അപ്പൊ ആലോചിച്ച് നോക്കണം. ഞാൻ അന്നത്തെ അവസരത്തിൽ ഇവിടെ ഒരാൾക്ക് റിസൾട്ട് ഇല്ല, കണ്ടോ, ഒരാൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും അത്രയും പ്രതിസന്ധികളിലൂടെ വേദനയോടെ ആളുകളെ ആട്ടി ഓടിച്ചപ്പോൾ പോലും പിടിച്ചു നിൽക്കണം സുഹൃത്തുക്കളെ, പിടിച്ചു നിൽക്കണം. സ്റ്റിക്ക് ഓൺ ചെയ്യണം. സ്റ്റിക്ക് ഓൺ ചെയ്യാതെ സക്സസിലേക്ക് എത്താൻ പറ്റില്ല. നമ്മള് അടിയുറച്ച് മരങ്ങളെ വലിയ വേരുകളുണ്ട്. എത്ര കൊട്ടും കാറ്റ് വന്നാലും വേരുകൾ, സ്ട്രോങ് ആയിട്ടുള്ള വേരുകൾ ഉണ്ടെങ്കിൽ ആ മരം മറിഞ്ഞു വീഴില്ല അല്ലെ? വേരുകൾക്ക് ശക്തിയില്ലെങ്കിൽ ആടിക്കളിക്കുന്ന വേരാണെങ്കിൽ മരം മറിഞ്ഞു വീഴും. അതുപോലെ ആകരുത് നിങ്ങള്. സ്ട്രോങ് ആയിട്ടുള്ള ഉറച്ച തീരുമാനമാണ്. സ്റ്റിക്ക് ഓൺ ചെയ്യണം, അടിയുറച്ച് നിൽക്കണം. എന്നാലേ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, എന്നാലേ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയാവുന്നതാണ്. ക്ലിയറായി ഞാൻ പറഞ്ഞ പോയിന്റ്. സ്റ്റിക്ക് ഓൺ ചെയ്ത് ആവർത്തിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളിലേക്ക് തന്നെ പോകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഗോളുകൾ സെറ്റ് ചെയ്യാം, വലിയ വലിയ ഗോളുകൾ സെറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു ഫാമിലി ബോണസ് കിട്ടിയാൽ പിന്നെ മതി. പിന്നെ ആ കാശ് തീരുന്നവരെ ഫീൽഡിലേക്ക് ഇറങ്ങൂല. 6820 രൂപ ആണല്ല അല്ലെ? 1000 രൂപയുണ്ടായി 6 ദിവസം, ഒരാഴ്ചക്കുള്ള ചെലവായി വീട്ടിലേക്ക്. അത്യാവശ്യം മീൻ മേടിക്കാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താം, അല്ലെ പച്ചക്കറിയൊക്കെ മേടിക്കാം, അരിയൊക്കെ മേടിക്കാം, ഹാപ്പിയായി. ഇനി തീർന്നിട്ട് അടുത്ത ഫാമിലി ബോണസിന് വേണ്ടി പോകും. ഇങ്ങനെയുള്ളവർക്ക് വലിയ സക്സസിലേക്ക് എത്താൻ പറ്റില്ല, ലിമിറ്റഡ് സക്സസ് കിട്ടുള്ളൂ. കാര്യങ്ങൾ നടന്നു ഉപയോഗിക്കും. എന്നെ സംബന്ധിച്ചിട്ടുള്ള അത് പോരായിരുന്നു. ഞാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു, വലിയൊരു ഗോൾ സെറ്റ് ചെയ്തു, ഒരു ലക്ഷ്യം ഇട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സക്സസിലേക്ക് എത്തിയത്. ഗോളുകൾ സെറ്റ് ചെയ്യണം. ക്ലിയർ? വലിയ ഗോളുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതാ വേണം. മനസ്സിലായ? വലിയ ഗോളുകൾ സെറ്റ് ചെയ്യണം. 10 ലക്ഷം 20 ലക്ഷം എന്നൊരു ഗോളല്ല, കോടികളിൽ സെറ്റ് ചെയ്യണം. മനസ്സിലായില്ല? അത് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കണം. ആ ഗോളുകൾ പഠിപ്പിച്ചിട്ട് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ അതിന്റെ എല്ലാം പിക്ചറൈസ് ചെയ്യണം. ആ ഗോളുകൾ വലിയ വീട് വേണം, വലിയ കാർ വേണം, എസ്റ്റേറ്റ് വേണം, ഇല്ലേ? വലിയൊരു വമ്പൻ എസ്റ്റേറ്റ്, ഒരു 50 ഏക്കർ എസ്റ്റേറ്റ്, ഫാം ഹൗസ്, ഇതെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ കാണണം നിങ്ങൾ. മനസ്സിലായ? അതൊക്കെ നമുക്ക് പിക്ചറൈസ് ചെയ്യണം. വീട്ടിൽ അതിന്റെ പടങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരച്ചിട്ട് ഒട്ടിച്ചു വെക്കുക. റൂമുകളിലൊക്കെ അത് പിക്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാറ് മെർസിഡസ് ബെൻസ് അല്ലെങ്കിൽ BMW കാറിൽ ഇങ്ങനെ പോകുന്നത്. മനസ്സിലായ? അതിങ്ങനെ പിക്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രകൃതിശക്തി നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നവരാണ് അല്ലെ? കൊണ്ടുതരും. ആവർത്തിച്ച് നമ്മൾ കൊണ്ടുവരും. ഞാനൊരു വീട് വേണമെന്ന് സ്വപ്നം കണ്ടു, പ്രകൃതിയോട് പറഞ്ഞു എനിക്കൊരു വീട് വേണം, എന്റെ ഈശ്വരനോട് പറഞ്ഞു. ഞാനിങ്ങനെ പ്രവർത്തിക്കുമ്പോ അത് എനിക്ക് കൊണ്ടു തന്നു. മനസ്സിലായ? അല്ലാതെ കൊണ്ടുതരില്ല. അതാണ് സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സക്സസിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണം. ബ്രെയിനിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷയൊന്നും ഉണ്ടാവില്ല അല്ലെ? വിടില്ല. പിന്നെ അത് നേടി അടങ്ങുള്ളൂ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഗോളുകൾ സെറ്റ് ചെയ്യാം. 1 കോടിയുടെ ഗോൾ സെറ്റ് ചെയ്തു, ഞാൻ അടിച്ചു ഒരു ഗോള്. ഇപ്പൊ എന്റെ ഗോൾ എന്താണ്? ഒരു മാസം 45 ലക്ഷം രൂപയുടെ സ്ക്രീൻഷോട്ട് ഇടുക എന്നുള്ളത്. 37,80,000 രൂപയാണ് നമ്മളെ റീപർച്ചേസിലൂടെ ഒരു മാസം മാക്സിമം കിട്ടുന്നത് അല്ലെ? 37,80,000. അവയർനെസ് ബോണസും ഫാമിലി ബോണസും മറ്റേ എല്ലാം കൂടി ചേർന്നിട്ട് ആവറേജ് ഒരു 8 ലക്ഷം 9 ലക്ഷം രൂപ കിട്ടും അല്ലെ? 30,000 രൂപ ആവറേജ് ഉണ്ട്. ഇൻറ്റു 30 ദിവസം ഒരു 9 ലക്ഷം രൂപ. അപ്പൊ 37, 9, 46 പോട്ടെ. TDS എല്ലാം പിടിച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 45 lakhs. ഒരു മാസം 45 ലക്ഷം രൂപ കിട്ടുന്ന സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നടക്കുവോ? അത് നടക്കും. എങ്ങനെ നടക്കും? ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് പോവാണ്, അപ്പൊ നടക്കുന്നു. അങ്ങനെയല്ലേ ഇതൊക്കെ നടന്നത് ഇല്ലേ? 1 കോടി അച്ചീവ് ചെയ്യണമെന്ന് വെച്ചാൽ നടന്നില്ലേ? ഇല്ലേ? ഇപ്പൊ 3 കോടി കഴിഞ്ഞില്ലേ?
ഇനിയിപ്പോ പുതിയൊരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട് കമ്പനി. റീപർച്ചേസ് വന്നപ്പോ 37,50,000. നമ്മളൊക്കെ കൂട്ടുന്നത് ഇത് ആയി കിട്ടാന്, ഇത് നടക്കാൻ വേണ്ടി പോകുന്ന കാര്യമില്ല. 37,50,000 ഒരു 37,000 രൂപ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ ഭാസ്കരൻ മാഷെ? ഇങ്ങനെ ചിന്തിക്കല്ലേ? ഇങ്ങനെ ചിന്തിക്കല്ലേ? ഭാസ്കരൻ മാഷ് വിചാരിക്കാണ്, ഡോക്ടർ ആയുഷ് സാറൊക്കെ വിചാരിക്കാണ് ഞങ്ങൾക്ക് പ്രായമായില്ല, ഈ പ്രായമായവർക്കൊക്കെ ഇത് നടക്കുവോ? എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ലോകത്തെ നിയന്ത്രിക്കുന്നത് പ്രായമുള്ളവരാണ്. നിങ്ങൾ നോക്കിക്കോളൂ ഇല്ലേ? ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വയസ്സ് എത്രയാ? 80 വയസ്സാവാറായി. 76 കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വയസ്സ് അല്ലെ? ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനമന്ത്രിമാരിൽ നമ്പർ 1 കെങ്കേവനമാറിയ നമ്മുടെ മോദിയുടെ വയസ്സ് എത്രയാ രാജു സാറേ? 74 കൂടുതലായി. മനസ്സിലായി? ഈ പ്രായമുള്ളവർക്കൊന്നും പറ്റും. ഇവരാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുക. അതുപോലെ നമ്മളായിരിക്കണം നാളെ ബയോട്ടോറിയത്തെ നിയന്ത്രിക്കേണ്ടത്. ഇറങ്ങി വരണം ഭാസ്കരൻ മാഷെ കേട്ടാ. അല്ലെ പുടിൻ നമ്മുടെ റഷ്യൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ വയസ്സും 74 73 ഒക്കെ ആയിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് ജിൻ ചാങ് എന്താ പേര് ഇല്ലേ? എങ്ങനെ വേണമെങ്കിലും പറയാം, ചൈനീസ് ഭാഷ ആയതുകൊണ്ട് ഇല്ലേ? അദ്ദേഹത്തിന്റെ വയസ്സും 74 വയസ്സ് കഴിഞ്ഞു. ഇവര് 3-5 പേരായി ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് അല്ലെ? ആ ഭാഷയിൽ എന്തും പറയാം നമുക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സും കഴിഞ്ഞു, 74 75 ആയി. ഇവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഭാസ്കരൻ മാഷ്. അതുകൊണ്ട് വയസ്സ് എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കല്ലേ. മനസ്സിലായ? ഇറങ്ങി വരണം ഇങ്ങോട്ട്. അവസരം ഓടിയുണ്ട്. നല്ല ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻസ്. നിർത്തുകയാണ്, സമയം ഒത്തിരി വൈകിപ്പോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് അത്രയും ആവേശം. അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരണം നമ്മൾ, കോൺഫിഡൻസോട് കൂടിയിട്ട് ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങളെ മനസ്സ് മാറ്റണം, മനസ്സിൽ പുതിയ തീരുമാനങ്ങൾ കൊടുക്കണം. എന്തിനാ പണം? ഈ വയസ്സുകാലത്തിന് എന്തിനാ പണം? പണം ഉണ്ടെങ്കിൽ സമൂഹത്തിന് വാരി കൊടുക്കാൻ നമുക്ക്. മനസ്സിലായി? എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും അല്ലെ? അതുപോലെ നമ്മുടെ തലമുറകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയും കുട്ടികളും മാത്രമല്ലേ, വരുന്ന തലമുറകൾക്ക് ഒത്തിരി അവസരങ്ങൾ നമുക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരാൾ വേദനയോടെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ അതിനുള്ള വലിയ അവസരമുണ്ട്. ഇത് നേടാനുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ. അത് നേടിയെടുത്തേ പറ്റുള്ളൂ. അവസരങ്ങൾ കിട്ടി അത് നേടണം. നേടുന്നവരാണ് യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്. അവസരങ്ങൾ ഉണ്ടായിട്ട് മാറി നിൽക്കുന്നവനല്ല വിജയി. അത് പടവരുതി നേടാനുള്ള ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും സക്സസിലേക്ക് എത്താൻ പറ്റും. സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ യു. രണ്ടാമത്തെ അക്ഷരം യു ആണ്. SUCCS. സക്സസ് എഴുതുമ്പോൾ സക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുന്നത് അല്ലെ? അതുകൊണ്ട് നല്ല തീരുമാനം എടുക്കുക. അതുകൊണ്ട് ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, സെറ്റ് യുവർ ഗോൾ. യു ആർ എ അച്ചീവർ, യു ആർ എ വിന്നർ, നോട്ട് ഔട്ട്. എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. വിജയാശംസകളോടെ ഞാൻ നിർത്തുകയാണ്. ഇന്ന് എറണാകുളം BOP ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എറണാകുളം BOP ഉച്ചയ്ക്ക് ശേഷമാണ്. എല്ലായിടത്തും നമ്മൾ രാവിലെയാണ് പ്രോഗ്രാം നടത്താറുള്ളത്. ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ ആരും പുറപ്പെടരുത്. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് പ്രോഗ്രാം. ഓക്കെ. നാളെ കോഴിക്കോട് BOP ആണ്. അത് സാധാരണ നടത്തും പോലെ തന്നെ 10:30 മണിക്കാണ് കോഴിക്കോട് BOP നടക്കുന്നത്. മറ്റന്നാൾ കൊട്ടാരക്കര പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ശ്രീകുമാർ സാറിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ടീമിന്റെ പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ടീം പ്രോഗ്രാം ഓരോ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇതിന്റെ പിക്ക് വന്നുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രോഗ്രാം സെന്ററുകളും സജീവമാകുക, പുതിയ ഗസ്റ്റുകളായിട്ട് വരിക, പുതിയ പ്രതീക്ഷകളോടുകൂടി ആവേശത്തോടു കൂടിയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും കഴിവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളുടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ്.